ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ആവശ്യമില്ലാത്ത പുഡിങ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രെഡ് കസ്റ്റേർഡ് മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. മാങ്ങ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു വലിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 400 ഗ്രാമിൻ്റെ അടുത്തായിട്ട് ഉണ്ടാകും. ഒരു 372 ഗ്രാം വരുന്ന വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം വരെ എടുത്താൽ മതിയാകും. ഇനി ഒരു മാങ്ങ തൊലിക്കൊന്ന് കളഞ്ഞെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചുള്ള മാങ്ങ ഇതുപോലെ അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1.5 കപ്പോളം മാങ്ങൻ്റെ പീസായിട്ട് ഉണ്ടാകും. അത് മൊത്തത്തിൽ മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഒന്ന് അടിച്ചിട്ടെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ചെടുത്തുള്ള പൾപ്പ് അളന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് കറക്റ്റായിട്ട് ഉണ്ടാകും. ഇതവിടെ ഇരിക്കട്ടെ. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇനി വിപ്പിംഗ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം എടുത്താലും മതിയാകും. പക്ഷേ ഒന്നും കൂടി ടേസ്റ്റി വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ്. നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ വേണം കിട്ടാനായിട്ട്. ഒത്തിരി സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്യേണ്ട. ഇതുപോലെ ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി എടുത്തുള്ള ആ ഒരു മാങ്ങൻ്റെ പൾപ്പുണ്ടല്ലോ, 1 കപ്പ് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ വീട്ടിലുണ്ടായ മാങ്ങയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇല്ലെങ്കിൽ നന്നായിട്ട് നാരുകളൊക്കെ ഉണ്ടാകും. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്താലും മതിയാകും. കുറച്ച് മാങ്ങൻ്റെ പൾപ്പ് ഞാനിതാ ഡെക്കറേഷന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബീറ്റർ വെച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതായി ഒരു രീതിയിൽ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വേണം കിട്ടാനായിട്ട്. ഒത്തിരി സ്റ്റിഫായിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഫ്രിഡ്ജിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കിലോൻ്റെ അടുത്തായിട്ട് ഒരു 218 ഗ്രാം മാങ്ങ ഉണ്ടാകും. ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഒത്തിരി പഴുത്ത് പോയിട്ടുള്ള മാങ്ങ എടുക്കണ്ട. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടി തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ചുള്ള ആ ഒരു മാങ്ങൻ്റെ പീസ് മൊത്തത്തിൽ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മാങ്ങ ഈ ഒരു സിറപ്പിൽ നല്ല പോലെ അങ്ങ് കോട്ട് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മാങ്ങ പെട്ടെന്ന് അങ്ങ് വെന്തിട്ട് ഉടഞ്ഞു പോകും. ഉടയാതെ വേണം കിട്ടാനായിട്ട്. ഇതാ ഈ ഒരു രീതിയിൽ പഞ്ചസാരയൊക്കെ മാങ്ങയിൽ നല്ല പോലെ കോട്ടായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തണുക്കാനായിട്ട് അങ്ങ് മാറ്റി വെക്കാം. ഇതിലേക്ക് കുറച്ച് ബ്രെഡും കൂടെ ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾ ഏത് ട്രേ ആണ് എടുക്കുന്നത് അതിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവിൽ വ്യത്യാസം വന്നേക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം ബ്രെഡ് എടുക്കാനായിട്ട്. ഇനി ബ്രെഡിൻ്റെ 4 സൈഡൊന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഈ ഒരു ബ്രൗൺ പോർഷൻ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. എല്ലാ ബ്രെഡും ഈ ഒരു രീതിയിൽ ആ ഒരു 4 സൈഡും ബ്രൗൺ പോർഷൻ മൊത്തത്തിൽ ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ട്രേ ആണുള്ളത് അതെടുത്താൽ മതിയാകും. അതിലേക്ക് താഴെ ഭാഗത്തായിട്ട് നിരത്തിയിട്ട് മൊത്തത്തിൽ ഫില്ലാവുന്ന രീതിയിൽ ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ രീതിയിലും കവറാവുന്ന രീതിയിൽ വേണം ബ്രെഡ് വെക്കാനായിട്ട്. മൊത്തത്തിൽ ഒരു ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. പാലെടുക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ ഫുൾ ഫാറ്റി മിൽക്ക് എടുക്കുക. അപ്പോഴാണ് പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. 250 ml കപ്പിൽ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അഥവാ 500 ml ഒരു പാക്കറ്റ് പാൽ മൊത്തത്തിൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി കുത്തി നിറച്ചിട്ട് എടുക്കണ്ട. ഇതുപോലെ ലെവലാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർക്കാം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് കണ്ടൻസ് മിൽക്ക് ചേർത്താലും മതിയാകും. ഇനി എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കസ്റ്റേർഡൊക്കെ ഈ ഒരു പാല് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കസ്റ്റേർഡ് ഒട്ടും കട്ടയൊന്നുമില്ലാതെ പാലിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കസ്റ്റേർഡ് നന്നായിട്ട് അങ്ങ് കട്ടിയാക്കിയിട്ട് എടുക്കാം. ഇതുപോലെ ഒന്ന് കട്ടിയായി തുടങ്ങിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. എന്നാലേ കസ്റ്റേർഡിൻ്റെ റോ ടേസ്റ്റൊക്കെ നല്ല രീതിയിൽ മാറിയിട്ട് വരുള്ളൂ.
കസ്റ്റേർഡ് ഇതാ ഇതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഒത്തിരി തിക്കാക്കിയിട്ട് എടുക്കണ്ട. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചൂടോട് കൂടിയിട്ട് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിന് മുകളിലൂടെ പകുതിയോളം ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടോട് കൂട്ടി വേണം ചേർക്കാനായിട്ട്. ഇന്നലെ ബ്രെഡ് നല്ല രീതിയിൽ സോക്കായിട്ട് കിട്ടുള്ളൂ. പകുതി പോർഷന് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത് എല്ലായിടത്തേക്കും ആവണ രീതിയിൽ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ലെയർ സെറ്റായിട്ട് കിട്ടും. ഇതിൻ്റെ മുകളിലൂടെ നേരത്തെ റെഡിയാക്കി എടുത്തില്ല ആ ഒരു വിപ്പിംഗ് ക്രീമും മാങ്ങയും കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതുപോലെ പൈപ്പ് മേഖലയാക്കിയിട്ട് അങ്ങ് ലെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പാച്ചിൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ഒന്നും കൂടി നല്ല വൃത്തിയിൽ കിട്ടുക. ഇതുപോലെ പൈപ്പ് മേഖലയാക്കിയിട്ട് ചെയ്യുകയാണെന്നെങ്കിൽ നല്ല വൃത്തിയിൽ നീറ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യണമെന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതിയാകും. ഇതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സും കൂടെ ഇട്ടുകൊടുക്കാം. കുറച്ച് ബദാമും പിസ്തയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടെ ഇട്ടുകൊടുക്കാം. ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കൂടി തന്നെ നേരത്തെ ഒരു പഞ്ചസാരയിൽ കോട്ട് ചെയ്തെടുത്തുള്ള ആ ഒരു മാങ്ങൻ്റെ പീസസും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇനി മുകളിൽ കുറച്ചും കൂടെ ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഒരു വലിയ ട്രേ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നന്നായിട്ട് ചൂടാക്കിയെടുത്തുള്ള ആ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുക. ചൂടോട് കൂട്ടി വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് മുകളിൽ ഇതുപോലെ ക്രീം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഞാൻ ഇവിടെ 2 ട്രയലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ ട്രയൽ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇനി മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങൻ്റെ പൾപ്പുണ്ടല്ലോ, അത് ഇതുപോലെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെന്നില്ല, നിങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നട്ട്സ് വെച്ചിട്ടും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് ചെയ്തെടുത്താൽ ഇതുപോലെ നല്ലൊരു ഡിസൈൻ കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്തിട്ട് എടുക്കാം. ഈ രീതിയിലൊന്ന് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിൽ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങൻ്റെ പീസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുക്കാം. ഒരു 5-6 മണിക്കൂറെങ്കിലും നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. നല്ല പോലെ തണുപ്പിച്ചെടുക്കുമ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. പുഡിംഗ് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ഒട്ടും സമയമില്ല എന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടെങ്കിലും തണുപ്പിച്ചെടുക്കുക. എന്നാൽ നല്ല പോലെ തണുപ്പിച്ചിട്ട് സെറ്റ് ചെയ്തെടുത്ത് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണിത്. വയലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും ടേസ്റ്റുള്ള ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. ഇപ്പോൾ പിന്നെ മാങ്ങൻ്റെ സീസൺ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലും മാങ്ങ ഉണ്ടാകുമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കാൻ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്